നൈസായിട്ട് ഇങ്ങനൊരു സ്പെഷ്യൽ ഇൻവൈറ്റൊക്കെ കിട്ടി വരുന്നത്. ഐ എം സോ ഹാപ്പി. ഇന്നലെ മുതൽ ഞാൻ പങ്കെടുക്കുന്ന ഒരു മൂന്നാമത്തെ വിമൻസ് ഡേ പ്രോഗ്രാമാണ്. ഓരോ പ്രോഗ്രാമിലും ഓരോ എക്സ്പീരിയൻസസ് ആയിരുന്നു. ഇന്നലെ പങ്കെടുത്തത് കൊച്ചിയിലെ വിമൻ ഓൺട്രപ്രണേഴ്സിൻ്റെ ഒരു പ്രോഗ്രാമിലായിരുന്നു. ഭയങ്കര ഇൻസ്പയറിംഗ് ആയിട്ടുള്ള കുറേ ഗ്രൂപ്പ്സിനെയാണ് അന്ന് അവിടെ, കുറേ ഫേസസ് ആണ് ഇന്നലെ കണ്ടത്. കുറേ കാര്യങ്ങൾ അറിയാനും അവിടുത്തെ കുറേ പാനൽ ഡിസ്കഷൻസിലൊക്കെ ഇരിക്കാനും കുറച്ച് അധികം ആളുകളെ പരിചയപ്പെടാനും ഒക്കെ സാധിച്ചു. അതിനുശേഷം ഇന്ന് ഇവിടെ വരുന്നതിന് മുമ്പ് ആലപ്പുഴയിലെ രൂപതയുടെ ഒരു പ്രോഗ്രാമിനായിരുന്നു. കുറേ സ്നേഹമുള്ള അമ്മമാരുടെ ഇടയിൽ, കുറേ ചേച്ചിമാരുടെ ഇടയിൽ, സമൂഹത്തിൽ അവരുടേതായ രീതിയിൽ ഉയർന്നു വരാൻ ആഗ്രഹിക്കുന്ന കുറേ സ്ത്രീകളുടെ ഇടയിലായിരുന്നു ആ പ്രോഗ്രാം. ഇന്നിപ്പോൾ വളരെ ഇൻസ്പയറിംഗ് ആയിട്ടുള്ള ഒരു 4 പേരെ നമ്മൾ കുറച്ച് മുമ്പ് കണ്ടു. ഓരോരുത്തർക്കും ഓരോ കഥകളാണ് പറയാനുള്ളത്. അതാണ് ഏറ്റവും ഇൻട്രസ്റ്റിംഗ് ഫാക്ടർ. ഈവൻ വീട്ടിലിരിക്കുന്ന ആരും അറിയപ്പെടാതെ വീട്ടിലിരിക്കുന്ന ഒരു സാധാരണ സ്ത്രീയോട് ചോദിച്ചാലും അവർക്ക് പറയാൻ ഒരുപാട് കഥകളുണ്ടാവും. അവർക്ക് ബാക്കി വെച്ചിട്ടുള്ള, അല്ലെങ്കിൽ അവർക്ക് ഫുൾഫിൽ ചെയ്യാൻ പറ്റാത്ത ഒരുപാട് സ്വപ്നങ്ങളുണ്ടാവും, കഴിവുകളുണ്ടാവും. അങ്ങനെ ഒരുപാട് കഥകൾ ഓരോ സ്ത്രീകൾക്കും പറയാനുണ്ടാവും. അതിൽ കുറച്ച് പേർക്ക് കിട്ടുന്ന ഒരു ഭാഗ്യം തന്നെയാണ് ഇന്നിപ്പോൾ നേരത്തെ സംസാരിച്ച ഐ ഫോർഗോട്ട് ഹർ നെയിം, പുടവ രോഹിണി പറഞ്ഞു, ഞാൻ ആരും അറിയാതെ വീട്ടിലിരുന്ന്